പള്ളിച്ചട്ടമ്പിയുടെ തിരക്കഥാകൃത്ത് ശ്രീ എസ് സുരേഷ് ബാബു നമ്മളോടൊപ്പം ചേരുന്നു. സർ നമസ്കാരം. നമസ്കാരം. ചിത്രം റിലീസിനെത്തുന്നത് വിഷുവായിട്ടാണ്. ഏപ്രിൽ 10 ആദ്യം റിലീസ് തീരുമാനിക്കുന്നു. എന്തോ കാരണവശാൽ നിങ്ങൾ റിലീസ് മാറ്റി വയ്ക്കുന്നു. ആ കാരണം ഇപ്പോഴും പ്രേക്ഷകർക്ക് വ്യക്തമല്ല, കുഴപ്പമില്ല. വിഷുവിന് അന്ന് തീരുമാനിക്കുന്നു. വിഷുവിന് റിലീസ് ചെയ്യുന്ന ഈ ചിത്രത്തിന്റെ ആദ്യം വരുന്ന റിവ്യൂസ് തന്നെ വല്ലാത്ത നെഗറ്റീവ് റിവ്യൂസ് ആണ്. അതായത് ഭയങ്കരമായ നെഗറ്റീവ് റിവ്യൂസ് വരുന്നു. സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി ബാക്ക്ലാഷ് ചെയ്യുന്നു. റിവ്യൂവേഴ്സ് നെഗറ്റീവായിട്ട് പറയുന്നു. എൻ്റെ ചോദ്യം, ഇതൊരു പ്ലാൻഡ് അറ്റാക്ക് ആണെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അതോ ജെനുവിൻലി റിവ്യൂവേഴ്സ് സിനിമ കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞതായിട്ടാണ്? ശരിക്കും ഈ സിനിമാ നിരൂപണം ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് നാൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാലത്ത് നമ്മളെ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അല്ല, വാരാന്ത ഈ പതിപ്പുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ആഴ്ചയിൽ ഒരിക്കലും ഇറങ്ങുന്ന വീക്കിലിയിലാണ് ഞാൻ ചിത്രഭൂമിയിലൊക്കെയാണ് റിവ്യൂ ചെയ്തത്. ആ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഹരികൃഷ്ണൻസിനെ വിമർശിച്ചു, അത് കഴിഞ്ഞ് ജലമങ്കോട് ദേശത്തെ വിമർശിച്ചു. ആ സമയത്ത് അന്ന് ഈ ഇതിൻ്റെ ഫെഫ്ക മാക്ടയിലേക്ക് കംപ്ലൈൻറ്റ് പോകുന്നു. അത് അന്നുമുണ്ട്, കാരണം ഈ വിമർശനം സംഭവിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ റിവ്യൂ എന്ന് പറയുന്നതിനെ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഏത് കലാ സൃഷ്ടിയെയും വിമർശിക്കാനും അതിനെ അവരുടേതായ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ എങ്കിലും ഈ സിനിമയെ സംബന്ധിച്ച് ഞങ്ങൾ സിനിമയുടെ ഫസ്റ്റ് ഷോ ഞങ്ങൾ ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാനും ഡിജയും ഒരുമിച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻ്റർവൽ ആയപ്പോൾ റിവ്യൂ വന്നു. അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ റിവ്യൂ. എനിക്ക് തോന്നുന്നു അതൊരു ഭയങ്കര അപകടകരമായ ഒരു പ്രവണതയാണ്. ഒരു സിനിമയെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് ഒരാൾ തീരുമാനിക്കുകയാണ്, അത് അയക്ക് കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവരാണെങ്കിൽ അതൊക്കെ അവരെ തുടർന്ന് വരുന്ന പ്രേക്ഷകരെ ബാധിക്കും. അത് കഴിഞ്ഞ് സിനിമ കഴിഞ്ഞിട്ട് സംഭവിക്കുന്ന റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസീവ് അറ്റാക്ക് പോലെ തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രേരണയുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒക്കെ എനിക്ക് വ്യക്തതയില്ല. പക്ഷെങ്കിൽ അങ്ങനെ തോന്നും വിധമാണ് ഇതിൻ്റെ ഒരു അറ്റാക്ക് വന്നത്. പിന്നെ അതിന് പറയാൻ കാരണം, ഈ ഒരു സിനിമ എനിക്ക് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ഇപ്പം എനിക്കറിയാം, ഞാൻ എഴുതുമ്പോൾ കാണുന്ന സിനിമയല്ല തിയേറ്ററിൽ വരുന്നത്. അതങ്ങനെയാണ് സിനിമ എപ്പോഴും. അതായത് ഒരു തിരക്കഥാകൃത്ത് ഒരു സിനിമ എഴുതുമ്പോൾ അയാളുടെ മനസ്സിലൊരു സിനിമയുണ്ട്. അത് നമ്മൾ മറ്റൊരു സംവിധായകന് കൈമാറുമ്പോൾ പിന്നെ സംവിധായകൻ്റെ വിഷനും കൂടെ ചേർന്നതാണ് സിനിമ. അപ്പോൾ അതൊരു വേറൊരു കലാസൃഷ്ടിയായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് തന്നെയാണ് നമ്മൾ ഈ സിനിമയെ അതിൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷനിലും ഒക്കെ നമ്മൾ അതുമായിട്ട് സഹകരിച്ച് നിന്ന് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് തന്നെ കുഴപ്പമില്ല, ഒരു ഭേദപ്പെട്ട സിനിമയാണെന്നുള്ളൊരു പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മളിതിനെ റിലീസിന് വിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാം തികഞ്ഞൊരു കലാസൃഷ്ടിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഈ സിനിമയ്ക്കും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് എവിടെയെങ്കിലുമൊക്കെ കണ്ടേക്കാം. കാരണം അങ്ങനെ ഇല്ലാത്ത ഒന്നുമില്ലല്ലോ. പക്ഷെ ഒരിക്കലും ഒരു മോശപ്പെട്ട സിനിമ എന്ന് പറയുന്ന തരത്തിലുള്ളൊരു സിനിമയല്ല ഇതെന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ ആ ആദ്യത്തെ റിവ്യൂവിന് ശേഷം മുതൽ ഉള്ള തിയേറ്റർ ചാർട്ട് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അന്നു മുതൽ ഈ എല്ലാ ദിവസവും ഹൗസ്ഫുള്ളും എക്സ്ട്രാ ഷോസും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വർക്കിംഗ് ഡേയ്സിൽ വന്നപ്പോഴത്തേക്ക് ഈ പകരത്തെ ഈ ഷോകളിൽ പ്രേക്ഷകരുടെ എണ്ണം കുറവാണ്. എന്നാലും താരതമ്യേന ഒരു 50% ആൾക്കാർ എല്ലാ തിയേറ്ററിലും ഉണ്ട്. വൈകുന്നേരത്തെ ഷോകളെല്ലാം ഫില്ലാവുന്നുണ്ട്. ഇത് നമുക്ക് തന്നെ നേരിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം നമ്മൾ ഈ എത്രയോ ആൾക്കാർ, അതായത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലാത്ത സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയുന്ന മനുഷ്യർ, സാധാരണ മനുഷ്യരുടെ എത്രയോ റിവ്യൂസ്, എത്രയോ പേര് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഈ സിനിമയെക്കുറിച്ച്. അത് നമ്മുടെ തിയേറ്റർ റെസ്പോൺസിന് നമ്മുടെ സിനിമയുടെ ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും പോകുമ്പോൾ തിയേറ്ററിനകത്തിരുന്നുകൊണ്ട് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ നമുക്ക് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു സിനിമയെയും റിവ്യൂ ചെയ്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇപ്പോൾ അമൽനീരദിൻ്റെ മമ്മൂട്ടിപ്പടം സിനിമ, അതിനെക്കുറിച്ച് ഭീഷ്മപർവം ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് എന്തായിരുന്നു റിവ്യൂ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സിനിമ എന്നിട്ട് എന്താണ് ആ സിനിമയ്ക്ക് സംഭവിച്ചത്. അങ്ങനെ ഒരുപാട് സിനിമകളെ സംബന്ധിച്ച് പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ എന്താ പറയുക, വളരെ വിനാശകരമായ ഒരു ലക്ഷ്യത്തോടു കൂടി അത് ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരിക്കലും സിനിമ റിവ്യൂ ചെയ്യരുത് എന്ന തരത്തിൽ നമുക്ക് ഒരാളെ വിലക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കും. പിന്നെ നമ്മൾ വേറൊരു കാര്യമുള്ളത്, ഒരു ചെറിയ സിനിമയെ സമീപിക്കുന്ന പോലെ അല്ല ഒരു വലിയ സിനിമ. അതായത് കുറച്ച് അധികം പണം മുടക്കുള്ളൊരു സിനിമ, അല്ലെങ്കിൽ ഒന്നിലധികം സൂപ്പർ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു സിനിമ,
എന്നൊക്കെ പറഞ്ഞൊരു ഹൈപ്പുണ്ടാക്കുന്ന ഒരു സിനിമയെ സംബന്ധിച്ച് ഈ റിവ്യൂവേഴ്സ് ഇരിക്കുന്നത് ഭയങ്കര കുറച്ചും കൂടി മൂർച്ച കൂടിയ ആയുധങ്ങളുമായിട്ടാണ്. കാരണം അവർ അങ്ങേയറ്റം നിശ്ചിതമായിട്ടായിരിക്കും അതിനെ സമീപിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ, നമ്മൾ കുറേ കൂടി നിശ്ചിതമായിട്ട് അങ്ങേയറ്റം ഷാർപ്പായിട്ട് നമ്മളുടെ ജോലിയും കൂടി ചെയ്യുക. അതേ ഇവിടെ ചെയ്യാറുള്ളൂ. അല്ലാതെ ഇനി വരുന്ന കാലത്ത് ഈ സ്പോട്ട് റിവ്യൂ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ അതിജീവിച്ച് നമുക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ നമ്മളും കൂടെ കുറച്ചുകൂടെ കരുതലോടുകൂടി ജോലിയെടുക്കുക, പ്രവർത്തിക്കുക എന്നത് മാത്രമേ അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരി, വ്യക്തമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം ഭീഷ്മർ ഒന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുക, ഇതിൽ രണ്ടിലും കോമൺ ഫാക്ടറായി നിൽക്കുന്നത് മലയാളത്തിലെ റിവ്യൂവർ അശ്വന്ത് ഗോക്കാണ്. അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പള്ളിച്ചട്ടമ്പിയെ കുറിച്ച് അദ്ദേഹം ഇട്ട റിവ്യൂ ഏകദേശം 4,61,000 പേരാണ് യൂട്യൂബിൽ മാത്രമായി കണ്ടത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന്റെ വ്യൂസ് ഞാൻ നോക്കുന്നില്ല. അദ്ദേഹം ഇട്ടിരിക്കുന്ന വാക്ക് വെള്ളരി നാടകം വിഷുഗുണ്ട് എന്നാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് തന്നെയില്ല. ഇത് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ റിവ്യൂവിൽ അദ്ദേഹം ഒരു മാലപ്പടക്കമൊക്കെ ഇട്ട് വരുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ശൈലിയായിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഞാൻ പറയുന്നത് ഈ 4,61,000 പേര് അദ്ദേഹത്തിന്റെ ഈ റിവ്യൂ കണ്ടിട്ടുണ്ട്. ഇത് മാസീവായിട്ട് ആളുകൾ ഇദ്ദേഹത്തെ ഫോളോ ചെയ്ത് ഈ സിനിമ കാണണ്ട എന്നൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത്, പ്രത്യേകിച്ച് ഒരു തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ താങ്കളുടെ തോന്നൽ എന്താണ്? അല്ല, തീർച്ചയായിട്ടും ഇത് സ്വാധീനിക്കുമല്ലോ. അത് സ്വാധീനിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇയാളുടെ റിവ്യൂ, ഇയാളുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സിനിമ കാണാൻ പോകാനിരിക്കുന്ന ആൾക്കാർ ആദ്യത്തെ റിവ്യൂ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അവരപ്പോൾ ആ ഷോയ്ക്ക് പോകാൻ അവർ ബുക്ക് ചെയ്ത ടിക്കറ്റ് ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും, പോകാൻ തീരുമാനിക്കും. പിന്നെ ഈ റിവ്യൂവിനൊക്കെ പുറത്തുള്ള മനുഷ്യന്മാരോട് അത് പടം കുഴപ്പമില്ല കേട്ടോ, ഞാൻ കണ്ടു എന്ന് ഇയാളോട് തന്നെ പറയുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് അവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ സിനിമയ്ക്ക് പോയി എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചിരിക്കുന്നു. അതായത് റിവ്യൂ കണ്ടിട്ട് കാണണ്ടെന്ന് തീരുമാനിച്ചിട്ട് പിന്നെ അയലത്തെ വീട്ടുകാർ പോയി, സുഹൃത്തുക്കൾ പോയി കണ്ടിട്ടാണ് അത് എന്തിനാണ് ഞാൻ ഇത്ര റിവ്യൂ മോശം പറയുന്നത്, നീ ഒന്ന് പോയി കണ്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കണ്ടിട്ട് ആ സിനിമ ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ഞാനിപ്പോൾ അശ്വന്ത് ഗോക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ ഒരിക്കലും അയാളുടെ ശൈലിയോ അല്ലെങ്കിൽ അയാൾ സിനിമയെ പറയുന്ന രീതിയോ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ഈ സിനിമകൾ ഇപ്പം എൻ്റെ തന്നെ ഒരുത്തി എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് അശ്വന്ത് സാധാരണമായ വിധം മികച്ച അഭിപ്രായം പറഞ്ഞത്. എല്ലാ റിവ്യൂവേഴ്സും ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ലൈവ് എന്ന് പറയുന്ന സിനിമ വരുന്നത്. അതിനെ ഭീകരമായിട്ട് കൊന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ആൾക്കാർ അശ്വന്തുമായിട്ടൊരു എന്താ പറയുന്നത്, ഫോൺ വിളിച്ച് മോശമാണ് ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. അത് പിന്നെ ഒരു വാർത്തയായി. ഷൈൻ പിന്നെ ഇങ്ങനെ ഒരു പരസ്യമായിട്ട് പറയും. അതെ, അങ്ങനെ ഒരു വാർത്തയൊക്കെ ആയി. അപ്പോൾ നമുക്കതിനെ എങ്ങനെയാണ് പറയാൻ പറ്റുക? ഇപ്പോൾ ഒരുത്തിയെ അയാൾ അത്ര മികച്ച ഒരു സിനിമയായിട്ട് പറഞ്ഞ അതേ ആൾ തന്നെയാണല്ലോ ഈ ലൈവിൽ പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ലൈവിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നിരിക്കാം. ഒരു പക്ഷേ ആ സിനിമ ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ നമുക്ക് കരുതാൻ പറ്റുള്ളൂ. ഇത് ഒരിക്കലും റിവ്യൂ, പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രേക്ഷകൻ സിനിമ തിരഞ്ഞെടുക്കാനുള്ള ഒരു ചോയ്സായിട്ട് ഒരിക്കലും ഒരു റിവ്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യരുത് എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇതേ സിനിമക്കാർ തന്നെ ഈ റിവ്യൂവേഴ്സ് നല്ലത് പറയുമ്പോൾ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ട് ഈ റിവ്യൂവേഴ്സ് നല്ലത് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുമെന്ന് പറയാറില്ലേ? അല്ല, എന്താ ഇപ്പം ഒരിക്കലും ഞാനത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ റിവ്യൂസിനെ തള്ളി പറയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം റിവ്യൂസിനെ തള്ളി പറയുന്ന, പക്ഷെ അവർ ഇപ്പം നമുക്കൊരു മാർക്കറ്റിങ്ങിന് എന്ത് ഉപയോഗിക്കാമോ ആ സമയത്ത് അതെല്ലാവരും ഉപയോഗിക്കും. അതായത് ഒരാൾ നല്ലത് പറഞ്ഞാൽ അത് കൊടുക്കും, തീർച്ചയായിട്ടും കൊടുക്കും. ഈ തൊട്ട് മുൻപുള്ള പടത്തിൽ മോശം പറഞ്ഞ റിവ്യൂവർ തന്നെ ഈ ഒരു പടത്തിൽ നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കും. അതതിൻ്റെ ഏത് ഉപാധി സ്വീകരിക്കാമോ അത് എല്ലാവരും സ്വീകരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞത് പ്രേക്ഷകരോടാണ്. അതായത് ഒരു റിവ്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്താവരുത് നമ്മുടെ തിരഞ്ഞെടുപ്പ്. സിനിമ കാണാനുള്ള നമ്മുടെ തിരഞ്ഞെടുപ്പ് ഒരു റിവ്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്താവരുത് എന്നുള്ളതാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ഞാൻ ശരിക്കും ഒരിക്കലും റിവ്യൂ നോക്കിയിട്ട് സിനിമ കാണാൻ പോകാറില്ല. ഒരു സിനിമ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ആദ്യത്തെ ദിവസം കാണണോ വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അത് ഞാൻ കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ റിവ്യൂ കാണുക, എന്നെ സംബന്ധിച്ച്. കാരണം അങ്ങനെ ഒരു സ്വാധീനം നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നേരിട്ട് കാണുകയല്ലേ. അല്ല, വ്യക്തമാണ്. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. അപ്പോൾ താങ്കൾ ഒരു സിനിമാക്കാരനാണ്. അപ്പോൾ ഒരു സിനിമ റിലീസ് ആകുമ്പോഴേക്കും താങ്കൾ അതിന് മുമ്പ് കാണണമെന്ന് ചിന്തിക്കുന്നതിന് അത് തെറ്റില്ല. പക്ഷെ ഒരു ഫാമിലി ഓഡിയൻസ്, സാധാരണയായ ഒരു വർക്കിംഗ് ക്ലാസ്സിൽ ഒരു 30,000 ശമ്പളം മേടിക്കുന്നവർ, കുടുംബം നോക്കുന്നവർക്ക് ഇത് നോക്കുമ്പോഴേക്കും ഇതിന് ഈ റിവ്യൂവർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇത് വിശ്വാസമായി പോയി കാണാം. അല്ല, ഇത് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഇത്രയും പൈസ മുടക്കി? 4 പേരായിരിക്കും ഒരു കുടുംബത്തിൽ, 1,000 രൂപ എന്തായാലും ചിലവ് വരും. അതിനേക്കാളും നല്ല ഒരു മാസം വെയിറ്റ് ചെയ്ത് OTT-യിൽ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ടിരുന്ന് കാണാം എന്ന് ചിന്തിക്കുന്നവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ റിലീസിന് മുന്നേ
റിവ്യൂവിനെ ആശ്രയിച്ചിട്ട് സിനിമയ്ക്ക് പോകുന്നവരെ എങ്ങനെ നമുക്ക് കുറ്റം പറയാൻ പറ്റും? കുറ്റം പറയാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അപകടകരമായ ഒരു അവസ്ഥ. കാരണം ഇപ്പം എന്തിനും ഇപ്പം ഞാൻ പറയാം, നമ്മളെ സോഷ്യൽ മീഡിയ മനുഷ്യനെ സ്വാധീനിക്കുന്നത് എത്രത്തോളമാണെന്നുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പോസ്റ്റ് ട്രൂത്ത് പീരീഡ് എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് നമുക്ക് നമ്മളുടെ എല്ലാ തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു 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 ഘടകമാണത്. അതിനെ നമുക്ക് ചെറുക്കാൻ പറ്റില്ല. ഇനി ഈ ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിലും ഇതിനെ മറികടക്കാനുള്ള ഒരു ഉപാധി അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇത് കുറയാൻ പോകുന്നില്ല. ഒരു കോടതിയും ഇവരെ വിലക്കാൻ പോകുന്നില്ല. നിങ്ങളിന് റിവ്യൂ പറയേണ്ടത് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല നമ്മുടെ നിയമവ്യവസ്ഥയിൽ. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ മറികടക്കാനുള്ള ഉപാധി എന്താണെന്നുള്ളത് ഇതേ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ മറികടക്കാം. അതായത് ആദ്യത്തെ ദിവസം ഇപ്പോൾ വേറൊരു കാര്യമുള്ളത്, നമുക്ക് തന്നെ അറിയാം, ഈ മാധ്യമങ്ങളെ വിലക്കെടുത്ത് വാർത്തകൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിൽ നമ്മൾ കേട്ടും അറിഞ്ഞും വരുന്നുണ്ട്. ഇതേ സാഹചര്യം, ഇതേ അവസ്ഥ തന്നെ ഈ പറഞ്ഞ നമ്മൾ ഈ റിവ്യൂ എന്ന് പറയുന്ന മേഖലയിലും സംഭവിക്കാം. അപ്പോൾ ഇതിന് നമുക്ക് തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതൊക്കെ സംഭവിക്കാം. കാരണം ഒരാൾക്ക് വേണ്ടി ഇവരെല്ലാവരും അങ്ങേയറ്റം സത്യസന്ധമായി പരിപൂർണമായിട്ട് ഈ പറഞ്ഞ പോലെ നേരിൻ്റെ പക്ഷത്ത് നിന്നാണ് റിവ്യൂ പറയുന്നത് വിശ്വസിക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല. കാരണം മൊത്തത്തിൽ നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ മാത്രം അങ്ങേയറ്റം നേര് മാത്രം പറയുന്നവരാണ് നമ്മൾ കരുതേണ്ട കാര്യമൊന്നുമില്ല. അതിനകത്ത് ഈ പറഞ്ഞ പോലെ അജണ്ട ഉണ്ടാവാം, ഉണ്ടെന്ന് നമ്മൾ ഇല്ലെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ സൊസൈറ്റി അതാണ്. ഇതൊക്കെ കൂടെ ചേരുന്നതാണ് നമ്മുടെ സൊസൈറ്റി. അപ്പോൾ അതിനെ മനസ്സിലാക്കി അതിനെ അതിജീവിക്കാൻ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഫിലിം മേക്കേഴ്സ് തീരുമാനിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയുമില്ല ഇതിന്. ഇത് നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതാ വഴി കൂടെ വരട്ടെ. പക്ഷേ അതിനെ അതിജീവിക്കാൻ നമുക്ക് നമ്മുടെ കലാസൃഷ്ടിയിൽ നമുക്ക് എത്രത്തോളം സൂക്ഷ്മത പുലർത്താൻ പറ്റും. പക്ഷേ എത്ര ഇപ്പം നമുക്ക് തന്നെ അറിയാം. എനിക്ക് വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ ഈ റിവ്യൂ ഭയങ്കര മോശപ്പെട്ട റിവ്യൂ വന്നിട്ട് പോയി കണ്ട സിനിമകൾ, എന്നെ ഞെട്ടിച്ച സിനിമകളുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഒരു ഏറ്റവും മികച്ചൊരു സിനിമ പോലും ഒരു റിവ്യൂവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നൊരവസ്ഥ ചിലപ്പോൾ സംഭവിക്കാം. അത് അയാൾ കാണാൻ പോയിരിക്കുന്ന അയാളുടെ മാനസികാവസ്ഥയുടെയും അയാളുടെ പ്രതീക്ഷകളുടെയും ഒക്കെ ഭാരം കൊണ്ട് സംഭവിക്കുന്നതാണത്. സിനിമ ഒരാദ്യത്തെ ഷോയ്ക്ക് അയാൾ പ്രതീക്ഷിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ അയാൾ നിരാശനാവുകയാണ്. അപ്പോൾ അതിനെ വിടുക, അതിനെ മറികടന്ന് എങ്ങനെ ഇൻഡസ്ട്രിക്ക് മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതല്ലാതെ അതിന് വേറൊരു ഉപാധിയില്ല. ശരി, വ്യക്തമാണ്. ഇപ്പം സന്ദീപ് വാര്യർ ഇട്ടൊരു പോസ്റ്റ് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പള്ളിച്ചട്ടമ്പി. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പോലും ഈ ചരിത്രത്തിൽ നടന്നതിനകത്ത് വെള്ളപൂശുക എന്നതാണ് അദ്ദേഹം യൂസ് ചെയ്ത ടേമാണ് ഞാൻ പറയുന്നത്. ഈ വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ഈ സിനിമയിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഭരണകൂടം ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് പോലീസിന്റെ നരനായിട്ടാണ്, പോലീസിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? EMS നമ്പൂതിരിപ്പാടിന്റെ ആ ഒരു ഭരണകൂടം തന്നെ താഴെയിട്ട വിമോചന സമരത്തെ അതിനകത്ത് നിങ്ങൾ ഒരു ഷുഗർ കോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു പരിപാടിയായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് ഉൾപ്പെടെ തോന്നിയാൽ എന്താണ് തിലകദാസൻ? അല്ലല്ല, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മറുപടിയുണ്ട്. രണ്ട് കാര്യം. അതായത് വിമോചന സമരം എന്ന് പറയുന്നത് സ്വയമേവ ഉണ്ടായ ഒരു സമര പദ്ധതി അല്ല എന്നുള്ളത് ഇന്ന് അറ്റ് പ്രസൻറ്റ് നമുക്ക് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതായത് അത് ആസൂത്രിതമായിരുന്നു, അത് ഫണ്ടഡ് ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു പദ്ധതിയായിരുന്നു എന്നതിനുള്ള തെളിവുകൾ ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ തെളിവ് എന്ന് പറയുന്നത് പാട്രിക് മൊയിൻ ഖാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ അമേരിക്കൻ അംബാസഡർ 1975 അയാളുടെ ജീവിതകഥ 1978 പുറത്തു വരുന്നു. അതിനകത്ത് അയാൾ പറയുന്നുണ്ട്, പശ്ചിമ ബംഗാളിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ അമേരിക്കൻ ഭരണകൂടം പണമൊഴുക്കി എന്നയാൾ അതിനകത്ത് പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി CIA ബന്ധപ്പെട്ട രേഖകൾ ഇപ്പോൾ നമുക്ക് CIA വെബ്സൈറ്റിൽ കയറിയാൽ വിമോചന സമരം ലിബറേഷൻ സ്ട്രഗിൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ 20 വർഷം കഴിയുമ്പോഴും അവരവരുടെ രേഖകൾ പുറത്തു വിടുന്നുണ്ട്. ഈ രേഖകൾ നമുക്ക് വായിക്കാം. ലക്ഷക്കണക്കിന് പേജ് രേഖകളാണ്. അതായത് അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ CIA കേരളത്തിലെ ഏജൻറ്റ് അങ്ങോട്ട് അയക്കുന്ന കേബിള്, ആ കേബിളിന് അവിടുന്ന് വരുന്ന മറുപടി, ഈ രൂപത്തിലാണ്, ഈ കോൺവെർസേഷനാണ് ഈ രേഖകൾ കംപ്ലീറ്റ്. അപ്പോൾ ഇത് നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കണ്ടെത്തിയ ഞാൻ കണ്ട ഒരു രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് അങ്ങോട്ട് ഏജൻറ്റ് അറിയിക്കുകയാണ് പുല്ലുവിളയിലും അങ്കമാലിലും വെടിവെപ്പ്, 11 പേര് മരിച്ചു.
വിമോചന സമരം ശക്തമാക്കുന്നു, അങ്ങോട്ട് അയക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന മറുപടി, ചെറിയ കലാപങ്ങൾ കൊണ്ട് കാര്യമില്ല, അക്യൂട്ട് റൈറ്റ്സ് ആർ നീഡഡ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് ഒരു മാധ്യമവും ഇപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ കണ്ടംപററി ആയിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തനും പ്രബലനുമായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം അവരുടെ ഒരു വൈകുന്നേരത്തെ ചർച്ചയിൽ എന്തോ ഒരു മാറ്റർ സംസാരിച്ച് വരുന്ന കൂട്ടത്തിൽ EMS സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഗവൺമെൻറ് ഇവിടെ പണമൊഴുക്കി എന്ന് പറഞ്ഞ കോമഡി വരെ നമ്മൾ കേട്ടതാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചരിത്രം പഠിക്കാതെ പറയുകയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നത്തെ ഒരു മാധ്യമപ്രവർത്തകൻ, ഏറ്റവും പുതിയ തലമുറയിൽ ഇപ്പം നമുക്ക് ലൈവായിട്ട് നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകൻ പോലും ഈ ചരിത്രത്തെ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഞാനീ പറഞ്ഞ തെളിവുകൾക്കപ്പുറം എത്രയോ തെളിവുകൾ, എത്രയധികം തെളിവുകൾ ഇപ്പം നമ്മുടെ മുന്നിലുണ്ട്. വിമോചന സമരം എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പുറത്താക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത പദ്ധതിയാണ്. അതിൻ്റെ പിന്നിൽ പുറത്തു നിന്നുള്ള ഫണ്ട് വന്നിട്ടുണ്ട്. ഈ ഫണ്ട് നമ്മൾ പറഞ്ഞ പോലെ അരമനകളിലൂടെയും മാധ്യമ സ്ഥാപനങ്ങളിലൂടെയും ഒക്കെ ഒഴുകിപ്പോയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ കണ്ടത് എന്നുള്ളത് വ്യക്തമല്ലേ? തെളിവുകളാണ് സംസാരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിതിനകത്ത് പറയുന്ന ക്രിസ്റ്റഫർ സേന എന്ന് പറയുന്ന ഒരു പരിപാടി, അതായത് കമ്മ്യൂണിസ്റ്റുകൾ വന്നാൽ അവരെ ആക്രമിക്കാൻ വന്നാൽ അവരെ തിരിച്ചാക്രമിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സേന രൂപീകരിക്കണം എന്ന് പറഞ്ഞ് മലബാറിൽ നിന്നൊക്കെ ചട്ടമ്പിമാരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കായിക പരിശീലനം നടത്തുകയും പള്ളികൾ തന്നെ ചട്ടമ്പിമാർക്ക് പാർപ്പിടവും മാസശമ്പളവും കൊടുത്ത് നിയമിക്കുകയൊക്കെ ചെയ്ത ഒരു പരിപാടി. അപ്പോൾ നമ്മൾ ആ കാലത്തെ പത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ ക്രിസ്റ്റഫർ സേന പല സ്ഥലങ്ങളിലും പിന്നെ കൊട്ടേഷൻ സംഘങ്ങളായി മാറുക. അതായത് ക്രിസ്റ്റഫർ സേന എന്ന് പറയുന്ന സംഭവം പല സ്ഥലങ്ങളിലും കൊട്ടേഷൻ സംഘങ്ങളായിട്ട് മാറിയിട്ട് കാർ ആക്രമിക്കൽ, മറ്റക്രമ സംഭവങ്ങൾ ചെയ്യുന്നതിൻ്റെ വാർത്തകൾ അന്നത്തെ ദീപിക ഉൾപ്പെടെയുള്ള പത്രങ്ങളിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ആസൂത്രിതമായ പദ്ധതിയാണ്. കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ പുറത്താക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. നമുക്കറിയാമല്ലോ എന്താണ് ലോകത്തെ എവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഭരണകൂടം അറിയാതെയാണ് പോലീസിൻ്റെ അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാം, അതിന് ചില തെളിവുകൾ കൂടി പറയാം. ഇപ്പോൾ ഒരു സമീപകാലത്ത് മനോരമയിൽ ഈ ഗ്ലോറിയെ വെടിവെച്ച ഒരു പോലീസുകാരൻ്റെ ഒരു സാക്ഷ്യം വന്നു. മനോരമയുടെ സൺഡേ പേജിലാണ്. അതായത് സന്ദീപ് വാര്യർ പറയുന്ന പുല്ലുവിള വെടിവെപ്പിലെ ഗ്ലോറി എന്ന ഗർഭിണിയെ വെടിവെച്ച് കൊന്ന ആ ഒരു സംഭവത്തിൻ്റെ ആള് മനോരമയിൽ പറഞ്ഞു. അയാളുടെ നേർസാക്ഷ്യം എന്താണ്? അതായത് അവിടെ അതിഭീകരമായ കലാപം സൃഷ്ടിക്കുന്നിടത്ത് പള്ളിക്കാർ വിളിച്ചിട്ട് പോലീസ് പള്ളിക്ക് സംരക്ഷണത്തിനായിട്ട് അവിടെ എത്തിയതാണ്. അതായത് ജനക്കൂട്ടം ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ വയലൻ്റ് ആകുകയാണ്. അതായത് മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഈ സമരക്കാർക്കിടയിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ട്, പോലീസിലും നുഴഞ്ഞുകയറ്റക്കാരുണ്ട്. ഈ പോലീസിൽ നുഴഞ്ഞുകയറ്റക്കാരുണ്ടായിരുന്നു എന്ന് പറയാൻ അതിനും കൂടെ ഒരു തെളിവ് പറയാം. നമ്മളിപ്പോഴാണെങ്കിലും എന്താണെന്ന് നമുക്കറിയാം. ഈ പിണറായി ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോഴും പിണറായിയുടെ പോലീസിനെ കുറിച്ചാണ് നമുക്ക് വിമർശനം കൂടുതലും. അത് ഏത് ഭരണകൂടത്തിൻ്റെയും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആയുസ് നിർണ്ണയിക്കുന്നതിൽ ആ പോലീസ് സേനയ്ക്ക് ഒരു പങ്കുണ്ട്. അതൊരു വലിയ വിഷയമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പോലീസ് സേനയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവ് ഇപ്പോൾ 1958 ജൂൺ 5 കൃത്യമായിട്ട് ഡേറ്റാണ്. ജൂൺ 5 മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് പോലീസ് ഈ അക്രമ സംഭവങ്ങളെ നേരിടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പോലീസുകാരെ വെച്ചുകൊണ്ട് ഒരു പ്രത്യേക സേന രൂപീകരിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. കാരണം മൊത്തം പോലീസ് സേനയെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ തീരുമാനം എടുക്കുന്നത്. പക്ഷേ അത് അതിൻ്റെ തീരുമാനം എടുക്കാനും അല്ലെങ്കിൽ അത് നടപ്പിലാക്കാനും കഴിയുന്നതിന് മുമ്പ് ഇവർ പുറത്തുപോയി. അപ്പോൾ ഇതിനകത്ത് കാര്യം എന്തറിയോ? ഇപ്പം ഇതിനനുബന്ധമായിട്ട് വേറൊരു കാര്യം പോയി പറയാം. ഈ CIAയുടെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ളതാണ്. അതായത് കേരളത്തിൽ ചാരവൃത്തിക്ക് മലയാളവും ഇംഗ്ലീഷും അറിയുന്ന ആൾക്കാരെ തേടിക്കൊണ്ടുള്ള പരസ്യങ്ങൾ ഓൺലൈൻ പോർട്ടലുകളിൽ വരികയാണ് CIAയുടെ. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ ഇപ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ അവരുടെ ചാരന്മാർ ഏതൊക്കെ മേഖലയിൽ, നമ്മുടെ പോലീസിലാണോ നമ്മുടെ റവന്യൂവിലാണോ എവിടെയൊക്കെ വർക്ക് ചെയ്യുന്നു ഉള്ള കാര്യം നമുക്ക് പോലും അറിയാൻ പറ്റില്ല. അതാണ് കാലം. അത് നമ്മൾ റിയാലിറ്റി തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ.
അപ്പോൾ നമ്മുടെ മുമ്പിൽ തെളിവുകളുണ്ട്. ഈ അമേരിക്കൻ ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളെ പുറത്താക്കാൻ ലോകത്തെമ്പാടുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരു ഗവൺമെൻറ് വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ പുറത്താക്കാൻ വേണ്ടി ഇപ്പം ഞാൻ തോമസ് ഐസക്കുമായിട്ട് തോമസ് ഐസക്കിനെ കുറിച്ച് ഒരുപാട് പഠിക്കുകയും അവിടുന്ന് CIA ആസ്ഥാനത്തു നിന്ന് രേഖകൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പുള്ളി പറയുന്ന അവരുടെ രേഖകളിൽ പറയുന്നൊരു കാര്യം, അതായത് മന്ത്രിസഭ വരുന്ന ആ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ CIAക്ക് റിപ്പോർട്ട് കിട്ടി ഇവിടം ചുമക്കാൻ പോകുന്നു എന്നുള്ള കാര്യം. അതായത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വരാൻ പോവുകയാണെന്നുള്ള കാര്യം CIAക്ക് റിപ്പോർട്ട് കിട്ടി. അവരവിടെ നിന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു കാര്യം വന്നാൽ അതിനെ പുറത്താക്കാൻ വേണ്ടിയുള്ള സ്ട്രാറ്റജി ഫിക്സ് ചെയ്യാൻ അപ്പം തന്നെ അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് പറയുമ്പോൾ നമ്മൾ തമാശയായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഭരണകൂടം അറിഞ്ഞിട്ടേ ഇല്ല. അതാണല്ലോ ഇപ്പം ഞാൻ പറയാം. ഇപ്പോൾ എന്താണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നതാണ്, EM നമ്പൂതിരിപ്പാട് ഇറങ്ങി വന്നിട്ട് ഗ്ലോറിയെ വെടിവെച്ചു എന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഒന്ന് ആലോചിച്ച് പറയുന്നത് വസ്തുതകളെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, വെള്ളപൂശാൻ ശ്രമിക്കുന്നു, സർക്കാരിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതെ, അല്ലല്ല, ഒരിക്കലുമല്ല. ഞാൻ ഈ സിനിമ പറയാൻ ഉദ്ദേശിച്ചത് തന്നെ, അതായത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പുറത്താക്കാൻ വേണ്ടി ഇവിടെ നടന്നിട്ടുള്ള ഗൂഢാലോചനയെ സൂചിപ്പിക്കുകയും അതിനൊപ്പം ഞാൻ വേറൊരു കഥയിലേക്കാണ് പോകുന്നത്. നമ്മൾ ആ പശ്ചാത്തലം ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ചോദിക്കുന്നത് വിമോചന സമരം മാത്രമായിട്ട് നമുക്ക് ആ കഥയിലേക്ക് ഞാൻ വരാം. പക്ഷേ ഈ വിമോചന സമരം എന്തായാലും സർക്കാർ അറിഞ്ഞിട്ടില്ല. അത് അവിടെ നിന്ന് ഫണ്ട് ഒഴുക്കിയതായിക്കോട്ടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തികൾ പ്രവർത്തിച്ചത് മാത്രമാണ് എന്ന് തന്നെയാണ്. അല്ല, ഭരണകൂടം ഇത് അറിഞ്ഞിട്ടില്ല. അല്ല, ഭരണകൂടം അറിയാതിരിക്കുകയല്ലോ. ഇപ്പൊ ഞാൻ പറയട്ടെ, അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മള് ഇവർ അധികാരത്തിലേറ്റ് ആദ്യം ചെയ്യുന്നത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നു, വിദ്യാഭ്യാസ ബില്ല്. ഈ രണ്ട് നിയമങ്ങളും ഭയപ്പെടുത്തുന്ന ഇവിടുത്തെ വരേണ്യ വിഭാഗമുണ്ട്. ഇവർ സ്വാഭാവികമായിട്ടും പ്രതിഷേധം തുടങ്ങുന്നു. ഈ പ്രതിഷേധം സ്വാഭാവികമായ പ്രതിഷേധത്തിലാണ് തുടങ്ങുന്നത്. ഈ പ്രതിഷേധം കോൺഗ്രസ് ഒന്നും ആദ്യഘട്ടത്തിൽ വിമോചന സമരത്തിൽ പങ്കാളിയേ അല്ല കേട്ടോ. ഫാദർ വടക്കനാണ് ഇതിൻ്റെ തുടക്കമിടുന്നത്. അത് കഴിഞ്ഞ് വിമോചന സമരം ഒരു കാട്ടുതീയായി പടർന്നു തുടങ്ങി ഇനി ഇതിൻ്റെ കൂടെ ചേർന്നില്ലെങ്കിൽ മോശമാണെന്നുള്ള അഭിപ്രായത്തിലാണ് കോൺഗ്രസ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് തുടങ്ങിയ ഇതിൻ്റെ ചെറുത്തുനിൽപ്പ് കാരണം ഈ ഭൂപരിഷ്കരണ നിയമം വരുമ്പോഴത്തേക്ക് ഭൂമി നഷ്ടപ്പെടുന്ന വലിയ ജന്മികൾ അല്ലെങ്കിൽ വലിയ മറ്റേ മത കേന്ദ്രങ്ങൾ ഇവരൊക്കെ ഇതിനെതിരെ സമരങ്ങൾ തുടങ്ങുകയും ഈ സമരം ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇവർക്ക് മനസ്സിലാവും ആരാണോ ഇവിടേക്ക് കണ്ണുവെച്ചിരിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നു ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ കാര്യം ഓക്കെയാണെന്ന് മനസ്സിലാവുന്നു. അത് സംഭവിച്ചു എന്നാണ് ഞാൻ പറയുന്നത്, വേറൊന്നുമല്ല. ഭരണകൂടം അറിയല്ലേ സ്വാഭാവികമായിട്ടും. ഞാൻ ചോദിക്കുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ആക്രമണം സംഭവിക്കുന്നെങ്കിൽ EMS അറിഞ്ഞിട്ടാണോ അല്ലയോ എന്നുള്ളത്. അല്ല, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിപ്പോൾ പിണറായി തിരുവനന്തപുരത്തിരിക്കുന്നു, അങ്കമാലിൽ ഒരു ലാത്തിച്ചാർജ് നടക്കുന്നു. അപ്പോൾ അല്ല വെടിവെപ്പ് അല്ല ഞാൻ പറയാം, വെടിവെപ്പ് നടക്കുന്നു. അത് പിണറായി വിളിച്ച് പറഞ്ഞിട്ട് വെടിവെക്കുന്നതാണെന്ന് പറയുന്നിടത്തോളം മണ്ടത്തരം എന്താണ് പിന്നെ ഉള്ളത്? ആഭ്യന്തര വകുപ്പ് ഇത് അറിഞ്ഞിട്ടില്ല. അല്ല, ഇത് അപ്പോഴറിയാൻ പറ്റുമോ? നിങ്ങളിത് അന്നത്തെ കാലം പോട്ടെ, ഇന്ന് പോലും അവിടെ ഒരു റയറ്റ് നടന്നു കഴിയുമ്പോഴോ നടക്കുമ്പോഴോ മാത്രമല്ലേ ഇവരറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് സന്ദീപ് വാര്യർ വളരെ ഉപരിപ്ലവമായിട്ടാണ് അതിനെ കാണുന്നത്. കാരണം ഞാനിതിനകത്ത് കൃത്യമായിട്ട് ഈ വിമോചന സമരം എന്ന് പറയുന്നത് ഒരു ആസൂത്രിതമായ പദ്ധതിയാണ്. അതിനകത്ത് കരുവായി മാറുകയാണ് ഇവിടുത്തെ ഗവൺമെൻറ്. കാരണം അവർക്ക് ഇത്രയും വലിയൊരു കാരണം പോലീസിനകത്ത് നിന്ന് തന്നെ ഗവൺമെൻറ്റിന് എതിരെയുള്ള പ്രവൃത്തികൾ ഉണ്ടാകുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പോലീസിനകത്ത് തന്നെ ഇപ്പം അന്ന് തന്നെ, അതായത് EMSന്റെ സമയത്ത് തന്നെ പറയുന്നുണ്ട്, പനമ്പള്ളി പറയുന്ന പോലാണ് മറ്റേ EMSന്റെ പോലീസ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഉള്ളൊരു വർത്തമാനം അന്നത്തെ രേഖകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പം പോലും ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ പോലീസ് സേന മാറിയിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ ഞാൻ പറയുന്ന അതിൻ്റെ പിന്നിൽ ഒരു വലിയ ലക്ഷ്യവും ആസൂത്രണമുണ്ട്. അത് ഒരുപക്ഷെങ്കിൽ സന്ദീപ് വാര്യർക്ക് ഇത് അറിയാഞ്ഞിട്ടല്ല, അദ്ദേഹം പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ വെച്ചിന് അദ്ദേഹത്തിന് ഇത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കാരണം അത് പറയാൻ പറ്റില്ല. അതെ. ഉമ്മൻചാണ്ടിയുടെ ഇൻക്ലൂഷൻ അതെന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്നുള്ളൊരു തോന്നലാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നത്. അത് മനഃപൂർവ്വമായി കൊണ്ടുവന്നതാണോ അതോ രണ്ട് പാർട്ടികളെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ശ്രമമാണോ? എന്തായിരുന്നു അതിന്? അല്ല, അതിലൊരു കൗതുകവും പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മളെന്തറിയോ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു സ്ക്രിപ്റ്റ് ഞാൻ പൂർത്തിയാക്കുമ്പോഴത്തെ ആ സ്ക്രിപ്റ്റ് അല്ല സിനിമയാവുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതായത് ഞാനൊരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം. അതായത്
നമ്മൾ സിനിമ കാണുന്ന സമയത്ത് ഇത് നമ്മുടെ ചരിത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അടുത്ത് നിന്നാണ് പെട്ടെന്നൊരു ഫിക്ഷൻ കയറി വരും, പിന്നീട് വീണ്ടും റിയാലിറ്റി വരും, പിന്നീട് ഒരു ഫിക്ഷൻ വരും. അപ്പൊ നമുക്കിത് റിയൽ സ്റ്റോറി ആണോ അതോ ഇത് ഫിക്ഷൻ ആണോ, നമ്മൾ ഇതിൽ ഏതിലാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു പ്രേക്ഷകന്റെ ഒരു ഡയലമ ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഇതിനകത്ത് ഏതാണ് റിയാലിറ്റി ഏതാണ്? അതാണ് ഞാൻ പറയാം രണ്ട് കാര്യം. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞിട്ട് മറ്റേ പൊതുവായിട്ടുള്ള പറയാം. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞങ്ങളിത് ആദ്യത്തെ സ്ക്രിപ്റ്റിൽ അങ്ങനെ ഒരു കഥാപാത്രം ഇല്ല, ഉമ്മൻചാണ്ടി ഇല്ല, ആദ്യത്തെ സ്ക്രിപ്റ്റിലില്ല. പക്ഷെ നമ്മൾ പിന്നെ ഇതിനെ ഒരു വലിയ സ്കെയിലിൽ സിനിമ വരികയും ഇതിൻ്റെ ഒരു ചർച്ച വികസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് മാറിയാൽ ഇതിനകത്തൊരു ബാലൻസിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ പറഞ്ഞ അതേ വാക്ക് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അതായത് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കളവ് പറയാൻ പറ്റില്ല, നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എന്നുള്ളത് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഡയറക്ടറുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു ചോദ്യത്തിന് ഞാൻ കൊടുക്കുന്ന ഒരു മറുപടിയാണ്. അതായത് ഒരു ഫിക്ഷൻ കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ്, നമ്മൾ ഉള്ള ഒരു കഥാപാത്രം. ഈ സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് 10, 17, 18 വയസ്സാണ്. പോലീസ് KSU പ്രവർത്തകനാണ്. ആ സമയത്ത് ഈ അന്നത്തെ വിമോചന സമരത്തിന് അനുകൂലമായിട്ടുള്ള വിദ്യാർത്ഥി സമരങ്ങൾ, ഈ ബസ്സിന് കല്ലെറിയലും പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഒരു കൗതുകമാണ്, അത്രയേ ഉള്ളൂ. അതായത് ഈ ഉമ്മൻചാണ്ടിയെ ഇപ്പം നമ്മളറിയുന്ന ഒരു ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച്, കാരണം കോൺഗ്രസ് പോലും വിമോചന സമരത്തിന് ശേഷം അതിൻ്റെ നിർമ്മാതാക്കളായ ഫാദർ വടക്കൻ ഉൾപ്പെടെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മുഴുവൻ ആൾക്കാരും വിമോചന സമരം ഒരിക്കലും പാടില്ലാത്തതായിരുന്നു എന്ന് അതിനെ തള്ളിപ്പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ കരുതുന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നൊരു മനുഷ്യൻ, ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചുള്ള എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും നമ്മൾ ആ സിനിമയിൽ കാണിക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ, ഒരു പ്രദേശം, കാണിയാർ പോലൊരു പ്രദേശം, അവിടം അവസാനിപ്പിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു എന്നൊരു വിവരം ഇയാൾക്ക് കിട്ടിയാൽ ഇയാൾ ഈ വിവരം എത്രയും പെട്ടെന്ന് നാട്ടിൽ അറിയിക്കും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചത്. അപ്പോൾ ഞാൻ ആ സ്വാതന്ത്ര്യം മാത്രം ഉപയോഗിച്ചതാണ്, അത്രയേ ഉള്ളൂ. ആ ഒരു കൗതുകമാണ് ആ ഒരു കാര്യം. അല്ലാതെ അതിനകത്ത് നമ്മൾ ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ അത് കണ്ടെത്തണം. കാരണം ഉമ്മൻചാണ്ടി വിമോചന സമരകാലത്ത് എവിടെയായിരുന്നു, പുള്ളിയുടെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളത് ഇനി ചരിത്ര ഗവേഷകർ കണ്ടെത്തട്ടെ, കുഴപ്പമൊന്നുമില്ല. ഉമ്മൻചാണ്ടി വിമോചന സമരത്തിന് അനുകൂലമായിരുന്നോ എതിരായിരുന്നോ? കാരണം നെഹ്റു പോലും വിമോചന സമരത്തിന് തള്ളിപ്പറഞ്ഞ് ഒരിക്കലും അത് പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയൊക്കെ ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെ ആയിരിക്കണം. കാരണം ഇപ്പോൾ നടക്കുന്ന സമരം ജനാധിപത്യപരമല്ല എന്നുള്ളത് ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള ഏതൊരു രാഷ്ട്രീയ നേതാവിനും ചിന്തിക്കാവുന്നേ ഉള്ളൂ. പൂർണ്ണമായ റൈറ്റേഴ്സ് വിഷൻ മാത്രമാണ്. അത്രേ ഉള്ളൂ. ഞാൻ ആ നിലയ്ക്കാണ് കാണുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ഓക്കെ ഇത് റിയൽ ലൈഫാണ്, ഇത് ഫിക്ഷൻ, നമ്മൾ ഈ വേർതിരിപ്പിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ അപ്പോൾ ഓഡിയൻസ് എങ്ങനെ ഇത് സ്വീകരിക്കണം? അല്ല അതെന്താ അറിയോ, ഇപ്പോൾ നമുക്ക് പാരലൽ ഹിസ്റ്ററിയാണ് നമ്മൾ ഈ സിനിമ, ചരിത്രത്തിന് സമാന്തരമായിട്ട് നമ്മൾ ഫിക്ഷൻ കൂടെ ചേർത്ത് പോകുക എന്നുള്ളതാണ്. അതിനകത്ത് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ കൗതുകമാണത് ശരിക്കും. ഇപ്പം നമ്മൾ കാരണം ഇപ്പം ഓക്കെ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ EMS എന്ന് പറഞ്ഞാൽ EMS ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. നമ്മൾ ശരിക്കും സെൻസർ ബോർഡിൻ്റെ നമുക്ക് ഈ 10-ാം തീയതി റിലീസ് മാറാനുള്ള കാരണം തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം കൊണ്ട് നമുക്ക് ഇവിടെ സെൻസർ കിട്ടിയില്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കട്ടൊന്നും സംഭവിച്ചില്ല, ഒരു വാക്ക് പോലും മാറ്റണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടുന്ന് ഇവർ പിന്നെ അടുത്ത ഇതിന് വേണ്ടിയിട്ട് റിവ്യൂവിന് അയച്ചു. അതായത് പ്രൊഡ്യൂസറുടെ റിക്വസ്റ്റ് വെച്ചിട്ട് അയച്ചതാണ്. പെട്ടെന്ന് തന്നെ 10-ാം തീയതി തന്നെ റിലീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതിന് വേണ്ടി. പക്ഷേ അയച്ചപ്പോൾ അവർ സിനിമ കണ്ടിട്ടേ ഇനി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. റിലീസിംഗ് കമ്മിറ്റി അവർ കണ്ടു കഴിഞ്ഞിട്ടാണ് ഈ ENSൻ്റെ പേരിങ്ങനെ ആക്കണം, ഉമ്മൻചാണ്ടി എന്നുള്ള MN ചാണ്ടി എന്നാക്കണം എന്നൊക്കെ അവിടുന്ന് ഉള്ള നിർദ്ദേശമാണ്. അല്ല ഒറ്റ കാര്യം, പക്ഷെ നിങ്ങൾ ENS എന്ന് തന്നെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും? അത് എഡിറ്റ് ചെയ്തതാണ് പിന്നീട്? അത് പിന്നെ നമ്മൾ മാറ്റിയതാ. അത് നേരത്തെ EMS നമ്പൂതിരിപ്പാടം തന്നെയായിരുന്നു നേരത്തെ. നമ്മളത് പിന്നെ പ്ലേസ് ചെയ്തതാണ്, CGയിൽ പ്ലേസ് ചെയ്തതാണ് സാധനം. അങ്ങനെയാണ് മാറ്റേണ്ടി വന്നത്. അല്ല അത് EMS തന്നെയാണ് വെച്ചത്. പിന്നെ ഇപ്പം നമ്മൾ KPCയുടെ അനുമതി മേടിച്ചിട്ടാണ് KPCയുടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചരിത്രമാണ്, ഇതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ EMS തന്നെയാണ് നമ്മൾ വെച്ചത്. ഓക്കെ, ഈ KPCയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ കയാതു ലോഹറിനെയാണ് നായികയെ കൊണ്ടുവരുന്നത്. കയാതു ലോഹർ മലയാളിയേ അല്ല, മലയാള തനിമയിൽ ഇപ്പോഴും ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. കയാതു സംസാരിക്കുമ്പോൾ പോലും ചിലയിടത്ത് ഡയലോഗ് വേറെയാണ്, പുള്ളിക്കാരുടെ ലിപ്പേ വേറെയാണ്. അത് ജെനുവിനാണ്, ഞാൻ പറയാണ്. അങ്ങനെ ഒരു വ്യക്തി റവേക്ക എന്ന കഥാപാത്രമായിട്ട് KPSCയിൽ അത്രയും റൂട്ടഡ് ആയിട്ട് നിന്ന് സമരം ചെയ്യുമ്പോൾ
ഓഡിയൻസ് ഒരു കൺവിൻസിങ് ഫാക്ടർ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടാവില്ലേ? അല്ല, അതിനൊക്കെ നമുക്ക് ഡിബേറ്റബിളാണ് ആ ഒരു വക കാര്യങ്ങളൊക്കെ. കാരണം അത് ഒരു നമ്മളുടെ ഇപ്പോൾ ഡയറക്ടറുടെയും മറ്റ് അല്ലെങ്കിൽ അപ്പോഴത്തെ ഒരു മാർക്കറ്റും ആർട്ടിസ്റ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സ്റ്റോറിക്ക് അത് റൂട്ടഡ് ആവണം ആ വ്യക്തി എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കാസ്റ്റിംഗ് ഉപയോഗിക്കാൻ. അല്ല, ചിലപ്പോൾ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഇപ്പോൾ കയാതു ആ സമയത്ത് ഭയങ്കര ഡ്രാഗണൊക്കെ കഴിഞ്ഞ് ഭയങ്കര നിൽക്കുകയാണ്. അപ്പോൾ കയാതുവിനെ സംസാരിച്ചപ്പോൾ കയാതു ഓക്കെ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു മലയാളി ലുക്കുണ്ട്, ശാലീനതയുണ്ട്, അവരെ ഉപയോഗിച്ചു. അതിനകത്ത് ഒരുപക്ഷേ ഈ ഡബ്ബിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതിനകത്തൊക്കെ ഫാക്റ്റ് ഉണ്ടാവാം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പരിപാടി ഇല്ലല്ലോ. അപ്പോൾ ആ അർത്ഥത്തിൽ അതൊക്കെ ഡിബേറ്റബിളാണ്. ഞാൻ അങ്ങനെയൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഒരു സിനിമ ഈ സിനിമ ഉണ്ടാവാനേ പാടില്ല എന്ന തരത്തിൽ അങ്ങനെ വരുന്ന അഭിപ്രായങ്ങളോടെ നമുക്ക് വിയോജിപ്പുള്ളൂ. അല്ലാതെ ഡിബേറ്റ് വേണമല്ലോ തീർച്ചയായിട്ടും. ഇപ്പൊ തന്നെ ബുക്ക് മൈ ഷോയിൽ എടുത്ത് നോക്കി ഏകദേശം 17,500 വോട്ടുകൾ ഉണ്ട്. 8.6 ആണ്. അതെ. ഈ വർക്കിംഗ് ഡേയ്സിൽ തന്നെ ഏകദേശം 13,000 ടിക്കറ്റുകൾ നന്നായിട്ട് പോകുന്നു. ഇപ്പൊ വൈകുന്നേരം എല്ലാ ഷോസും ഫുള്ളാണ്. എല്ലാ ഷോസും കാരണം പകല് രാവിലത്തെ ഷോയൊക്കെ സ്വാഭാവികമായിട്ടും 30, 40, 50, 60 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഡീഗ്രേഡിങ് വന്നതിന് ശേഷവും ഈ വർക്കിംഗ് ഡേയിൽ ഇതുപോലെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കാണുന്ന എത്രയോ ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്. കാരണം രണ്ട് കാര്യം ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു ചിന്തയോ ഒരു ആശയമോ ഒരു വിഷയമോ മുമ്പോട്ട് വെക്കുക എന്നുള്ളത് സിനിമയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കുറഞ്ഞപക്ഷം ഈ സിനിമ നമ്മുടെ ചരിത്രം ഇതുവരെ നമ്മുടെ മുഖ്യധാരാ സിനിമ പറയാൻ ശ്രമിക്കാത്ത ഒരു കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ വിഷയം മുമ്പോട്ട് വെക്കുകയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ച ഉണ്ടാവുന്നതിനെ നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച്. കാരണം ഇതൊരു വലിയ വിഷയമാണ്. നമ്മൾ ഫേസ് ചെയ്യുന്ന നമ്മുടെ തലയ്ക്ക് മേളിൽ നമ്മൾ കാണാതിരിക്കുന്ന, നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ഒരു സംവിധാനത്തെ കുറിച്ചാണ് ഈ സിനിമ പറയുന്നത്. അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ സിനിമ. അപ്പോൾ അങ്ങനെ ചില വിഷയങ്ങൾ നമ്മൾ മുമ്പോട്ട് വെക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ സിനിമയെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു സന്തോഷം. പള്ളിച്ചട്ടമ്പിക്ക് രണ്ടാം ഭാഗം ഉണ്ടാവും, അങ്ങനെയാണ് അവസാനം. പള്ളിച്ചട്ടമ്പിക്ക് രണ്ടാം ഭാഗം എന്നതിനപ്പുറം പട്ടേലർ കുഞ്ഞമ്പ നമ്പ്യാരുടെ ജീവിതം സിനിമയാണ്. ഉറപ്പായിട്ടും. കാരണം സ്വാഭാവികമായിട്ട് ഇനിയിപ്പം പട്ടേലർ കുഞ്ഞമ്പ നായരുടെ ജീവിതം വരുമ്പോൾ അതിനകത്ത് കൃഷ്ണപിള്ള ഇല്ലാതിരിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഈ പട്ടേലർ കുഞ്ഞമ്പ നായരുടെ കഥ ഇതിനു മുൻപ് തന്നെ നായരല്ല, നമ്പ്യാർ, ഞാൻ പറഞ്ഞത് പറയാം. പട്ടേലർ കുഞ്ഞമ്പ നമ്പ്യാരുടെ കഥ പൃഥ്വിരാജിൻ്റെ അടുത്ത് വളരെ നേരത്തെ പറഞ്ഞ് പൃഥ്വിരാജ് വളരെ എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാനിരിക്കുന്ന സിനിമയാണ്. പക്ഷേ അത് കുറച്ച് വലിയ സ്കെയിലായത് കാരണം പതുക്കെ ചെയ്യാം എന്നുള്ളൊരു കണക്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ ഈ പള്ളിച്ചട്ടമ്പിയുടെ ഒരു പുതിയ വേർഷനിൽ നമുക്കൊരു വില്ലൻ കൊണ്ടുവരണം എന്നൊരു ചിന്തയിൽ ആലോചിച്ചപ്പോഴാണ് ഞാൻ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നത്. കാരണം അത് കാലഘട്ടം സെയിമാണ്. അതായത് ഈ ഒരു കാലഘട്ടവും ഈസിയായിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നതാണ് അത് സത്യത്തിൽ. അപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാവും പ്രതീക്ഷിക്കാം. അത് തീർച്ചയായിട്ടും. അത് ആ സിനിമയെ സംബന്ധിച്ച് ഉറപ്പായിട്ടും അതിന് തുടർച്ചയുണ്ട്, ഒരു സംശയമില്ല. സ്ക്രിപ്റ്റിംഗ് ഒക്കെ അല്ല, കഥ അറിയാം, കഥ ഫുള്ളായിട്ടുണ്ട്. ഇനി ബാക്കി അതൊക്കെ ഇത് തന്നെ 6 വർഷം എടുത്തു ഈ സിനിമ എഴുതിയിട്ട് ഒന്ന്. അപ്പോൾ മറ്റൊരു കാര്യം എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയണം. ഡിജോയുമായിട്ട് എനിക്ക്, കാരണം ഡിജോയുടെ എനിക്ക് തോന്നുന്നു അല്ലല്ല, ആ നിലയ്ക്കല്ല. കാരണം ഇപ്പം ഏറ്റവും പുതിയ തലമുറയിലെ സംവിധായകനാണ് ഈ ഡിജോ. എന്നെ വിളിക്കുന്നത് നടൻ സിനിമ, എൻ്റെ നടൻ സിനിമ കണ്ടിട്ടാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ട് അതെ നടൻ സിനിമ എന്ന് പറയുമ്പോൾ കമൽ സാർ ഡയറക്റ്റ് ചെയ്ത പടം. അപ്പോൾ ആ സിനിമ കണ്ടിട്ടാണ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കുന്നത്, ഞങ്ങൾ സംസാരിക്കുന്നത്, ഒരു പടം ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നു. അന്ന് തുടങ്ങിയ ചർച്ചകളാണ്. അപ്പോൾ ഡിജോ ഏറ്റവും പുതിയ തലമുറയിലെ ആളാണെങ്കിലും അവരിങ്ങനെ ഒരു താല്പര്യം, ഈ ചരിത്രത്തോടൊക്കെ ഉള്ളൊരു താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് പള്ളിച്ചട്ടമ്പിയിലേക്ക് എത്തിയത്. പള്ളിച്ചട്ടമ്പി ഞാൻ ശരിക്കും മറ്റൊരു സംവിധായകന് വേണ്ടി ഞാൻ ആലോചിച്ച് വെച്ചുകൊണ്ടിരുന്ന സിനിമയാണ്. പക്ഷേ ഇവരിത് നിരന്തരമായ സമ്മർദ്ദത്തിൽ അവിടുന്ന് പിടിച്ചെടുക്കുക ചെയ്തത്. മനസ്സിലായി. അത് അങ്ങനെയാണ് ശരിക്കും. ഓക്കെ. ഇപ്പം ഞാൻ ഈ സിനിമ ഒന്ന് മാറിയൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു മുരളി എന്ന് പറയുന്ന ഒരു നിർമ്മാതാവിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. അദ്ദേഹം കടയിലാണെന്ന് കണ്ടിട്ടുണ്ടാവും. ഭയങ്കരമായിട്ട് ഇപ്പം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെ അതുമായിട്ട് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട്. ഈ സിനിമ ഹിറ്റായിരുന്നു എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അവിടെയാണ് നമ്മൾ ഓഡിയൻസിന് തന്നെ അറിയില്ല. കാരണം നിർമ്മാതാവ് പറയുന്നതാണല്ലോ നമുക്ക് സത്യം. ഇത് ഹിറ്റാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നു 7 കോടി രൂപയുടെ നഷ്ടമാസം. അതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. ഇപ്പൊ നമ്മുടെ വേണുകുന്നപ്പള്ളിയൊക്കെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മാമാങ്കത്തിന്റെ കാര്യമൊക്കെ വെച്ചിട്ട് പുള്ളി അത് അതിനുശേഷം പുള്ളി
അന്നത്തെ ഒരു സമ്മർദ്ദത്തിൽ പുള്ളി അത് ചെയ്തു. പക്ഷേ അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ ഒരു വലിയ പ്രൊഡ്യൂസറാണ്. സിനിമയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതാണ് അതിനകത്തൊരു വലിയൊരു ഒരു പ്രശ്നം. കാരണം ഇതിൽ എത്ര ഒരു സിനിമയുടെ മുടക്കെത്ര, അതിൻ്റെ എത്ര മടങ്ങ് കിട്ടിയാൽ പ്രൊഡ്യൂസർക്ക് പണം തിരിച്ചു കിട്ടും എന്നുള്ളത് സാധാരണ സിനിമയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ സിനിമയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചും ഈ സിനിമ ഹിറ്റാണ് എന്ന് സ്ഥാപിക്കുക എന്ന് പറയുന്നത് അവരുടെ ആവശ്യമാണ്. അത് ഈ നഷ്ടം വന്ന പ്രൊഡ്യൂസറുടെ ആവശ്യമാണ്. എനിക്ക് തോന്നുന്നത് സൂപ്പർ ഹിറ്റാണെന്നും പറഞ്ഞ പോസ്റ്റ് അടിക്കാൻ ആദ്യം നിർബന്ധിച്ചത് ഈ പ്രൊഡ്യൂസർ തന്നെ ആയിരിക്കണം. കാരണം അങ്ങനെയാണ്. കാരണം അവർക്ക് ഒരു അടുത്ത കാര്യത്തിൽ ഇത് വിജയമാണെന്ന് വരുത്തി നിർത്തേ പറ്റുള്ളൂ. സിനിമ അങ്ങനെയാണ്. അത് നമുക്കത് കാണുമ്പോൾ ഞാൻ ആ വീഡിയോ മുഴുവൻ കാണാൻ പോലും ശ്രമിച്ചില്ല. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര സംഘർഷം തോന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയും സംസാരം കേൾക്കുമ്പോൾ. ദുഃഖകരമാണ് അവസ്ഥ. കാരണം അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സിനിമ ഇത് കാണേണ്ടത് നമ്മുടെ റിവ്യൂവേഴ്സ് കൂടെ ആണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ ഈ മുരളിയുടെ വീഡിയോ കാണേണ്ടത് നമ്മളുടെ ഈ ഓൺലൈൻ റിവ്യൂവേഴ്സും കൂടെ കാണണം എന്നുള്ളതാണ് ഞാൻ. ഒരു ഒറ്റ കാര്യം ഞാൻ ആലോചിച്ചിട്ട്, ലോകത്തെ ഏതെങ്കിലും ബിസിനസ് 100% വിജയമായിട്ട് പോകുന്ന ഏതെങ്കിലും ബിസിനസ് ഉണ്ടോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നതിനകത്ത് അതൊരു അതായത് നമ്മളൊരു വർഷം ഇത്ര സിനിമ വെച്ച് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു ഇൻഡസ്ട്രിയാണ്. അതിനകത്ത് ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ലതും ചീത്തയുമായി സിനിമ വരും. ആ നല്ലതും ചീത്തയുമായി സിനിമ വരും. അങ്ങനെ തന്നെയാണ് ഈ ഇൻഡസ്ട്രി നിലനിന്ന് പോകുന്നതും. അപ്പോൾ ആ ഒരു ബോധ്യം ഈ റിവ്യൂവേഴ്സിന് വേണം. ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മളിവർ പള്ളിച്ചട്ടപ്പയെക്കുറിച്ച് അവർ റിവ്യൂ ഇടുന്നു. 5 ലക്ഷം ആൾക്കാരത് കാണുന്നു. അതിൻ്റെ വരുമാനം അദ്ദേഹത്തിന് കിട്ടുന്നു. ആ വരുമാനത്തിൽ പുള്ളി ഉപയോഗിച്ച കണ്ടന്റ് എന്താണ്? ശരിക്കും നിങ്ങളുടെ സിനിമയാണ്, പള്ളിച്ചട്ടപ്പയാണ്. അത് ഇത്തിരി എന്താ പറയുക, നമ്മൾ മനസാക്ഷി കുത്ത് വരേണ്ട ഒരു കാര്യമാണ് അവരെ സംബന്ധിച്ച്. അതായത് ആ കണ്ടന്റ് വെച്ചാണ് ഇവർ ഈ പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കണ്ടന്റാണത്. അപ്പോൾ നിങ്ങൾ അതിനെ ആരോഗ്യകരമായ വിമർശനം നമുക്ക് എപ്പോഴും നല്ലതേ വരുത്തുള്ളൂ. എല്ലാ ടെക്നീഷ്യത്തിനും ആദ്യം മാഷ ഇതിത്ര നന്നായില്ല, ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എതിർത്താൽ പോലും നമ്മൾ അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയും. അങ്ങനെ ഉണ്ടാവണം. പക്ഷെ അതല്ലാതെ സ്വീകരിക്കുന്ന ഒരു ശൈലി അത് അങ്ങേറ്റ അപകടമാണ്. കാരണം ഒരു സിനിമ കണ്ടന്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആ സിനിമ ഒരൊറ്റ മനുഷ്യൻ തിയേറ്ററിൽ പോരുത് എന്ന് പറഞ്ഞ് റിവ്യൂ ഇട്ട് അയാൾ പൈസ വാങ്ങുകയാണ്. ഇതിലെവിടെയാണ് നീതി എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ വെള്ളത്തിൻ്റെ പ്രൊഡ്യൂസറുടെ ആ ഒരു വീഡിയോ അവർ കൂടി കാണണം. വേറൊന്നും ചെയ്യേണ്ട. അവരും ഉറപ്പായിട്ടും അവർക്ക് നല്ലത് സിനിമയെക്കുറിച്ച് എന്ത് വേണേൽ അവർക്ക് വിമർശിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ഭാഷയും അതിൻ്റെ ഒരു സ്വഭാവവും വേറെ എത്രയോ ആൾക്കാർ റിവ്യൂ ചെയ്യുന്നുണ്ട്. അവർ പറയുമ്പോൾ അവർക്ക് നല്ലത് പറയും, മോശം പറയും. അങ്ങനെയല്ലേ പോകുന്നത്. അതല്ലാത്ത തരത്തിൽ വരുന്ന ഒരുപക്ഷെ അയാളുടെ ആ ഒരു ശൈലി കൊണ്ടായിരിക്കാം അയാൾക്ക് അത്രയും വ്യൂവേഴ്സ്. കാരണം ഇന്നിപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു നെഗറ്റീവ് പരിപാടി വരുമ്പോഴാണല്ലോ ആൾക്കാർ കൂടുതൽ കാണുന്നത്. പക്ഷെ അത് കുഴപ്പമില്ല, അതിനെ അതിജീവിക്കും സിനിമ, അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സർ, എങ്ങനെയുണ്ട് ലൈക്ക് റിലീസിന് ശേഷം നിങ്ങൾ പൃഥ്വിരാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പൃഥ്വിയും ഡിജോയും കൂടി ഒരു പ്രസ് മീറ്റ് വരുന്നു, ബാക്കി ടീം മെമ്പേഴ്സ് ഉണ്ട്, തിയേറ്റർ വിസിറ്റ്സ് നടത്തുന്നു. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇപ്പോൾ എത്തി നിൽക്കും ഏകദേശം ഒരാഴ്ച കഴിയുന്നു തിയേറ്ററുകളിലേക്ക്. നിങ്ങളുടെ ഒരു ഡിസ്കഷൻ എങ്ങനെയാണ് പോകുന്നത്? അത് ഞങ്ങളുടെ സ്ട്രോങ് ആണോ? വേറെ അല്ലല്ല, ഞങ്ങളുടെ ഡിസ്കഷൻ ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനകത്ത് നമുക്ക് പുറകിലേക്ക് ഇനിയിപ്പോൾ ഇവർ റിവ്യൂ ഇടില്ലല്ലോ. അവരത് കഴിഞ്ഞു. ആ റിവ്യൂ കഴിഞ്ഞ് ജനം മറന്നു. അതിൻ്റെ പുറത്ത് ആൾക്കാർ സിനിമ കണ്ടു കഴിഞ്ഞു. എല്ലാ തിയേറ്ററുകളും നിറഞ്ഞു പോകുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്ത് ചെയ്യാം എന്നുള്ളതിൻ്റെ ആലോചന മാത്രമാണ് എല്ലാവരും. പള്ളിച്ചട്ടം ഇട്ടു വേഗം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.